Dear students, welcome to Plus 2 Zoology class. Here we are studying Chapter 1, Human Reproduction. This is the third part. Please do watch Part 1 and 2 before listening to this class. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സ്? That is, we already studied about events of human reproduction, male and female reproductive system, spermatogenesis, oogenesis. So, ഇനി പഠിക്കാൻ പോകുന്നത് menstrual cycle. Menstrual cycle is a natural biological process that is taking place only in females. ഒന്നെങ്കിൽ മെൻസ്ട്രേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റായി സ്റ്റാർട്ട് ചെയ്യും. അത് ഒരാളുടെ ഹെറിഡിറ്റി, ഫുഡ് ഹാബിറ്റ്, ഹെൽത്ത് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. ജനറലി മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ്സ് once in 28 days. Now let us study menstrual cycle in detail. So we can classify the cycle into different phases like menstrual phase, follicular or proliferative phase, ovulatory phase, luteal or secretory phase. The menstrual cycle means it repeats once in 28 days. In normal cases, all girls in the case normal cases, it repeats once in 28 days. അങ്ങനെയാണെങ്കിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 1 to 5 days എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. സോ മെൻസ്ട്രൽ ഫേസ് means it is the time in between 1 to 5. So what happens during menstrual phase? Menstruation occurs, bleeding occurs. What is the reason for bleeding or menstruation? It is due to the breakdown of endometrium and blood vessel. Endometrium means it is a layer of uterus. So endometrium അതിൻ്റെ കൂടെ blood vesselsum break ചെയ്യുമ്പോഴാണ് menstruation ഉണ്ടാവുക. Next 6 to 13 days, phase is called a follicular or proliferative phase. Follicular or proliferative phase. So what happens during this phase? FSH is released. That means brain has a pituitary gland. Pituitary gland produces FSH. FSH means follicle stimulating hormone. So FSH is released. Follicles grow and graphene follicle is produced. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളിക്കിൾസ് ലൈക്ക് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഫോളിക്കിൾ ഫോർമേഷൻ നടക്കുന്നുള്ളത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 6 to 13 ഡേയ്സിൻ്റെ ഇടയിലായിട്ടാണ്. സോ ഫോളിക്കിൾസ് ഗ്രോ ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് പ്രൊഡ്യൂസ്ഡ്. മെച്ചോ ഫോളിക്കിൾ പ്രൊഡ്യൂസസ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സമയത്തായിട്ടാണ്. സോ വാട്ട് ഈസ് ഫോമഡ് അഗെയിൻ? എൻഡോമെട്രിയം ഈസ് ഫോമഡ് അഗെയിൻ. മെൻസ്ട്രൽ ഫേസിൽ ബ്രേക്ക് ചെയ്ത എൻഡോമെട്രിയം ഫോളിക്കുലാർ ഫേസിൽ എന്ത് ചെയ്യും? റീഫോം ചെയ്യും. ആൻഡ് ഓൾസോ വൺ മോർ ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ, ദാറ്റ് ഈസ് ലൂട്ടിനൈസിങ് ഹോർമോൺ ഓർ LH. നെക്സ്റ്റ് ഫേസ് ഈസ് ദ ഓവുലേറ്ററി ഫേസ്. 14th ഡേ ആണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുക. ബട്ട് ഇറ്റ് മേ വാരി. ഇറ്റ് ക്യാൻ ബി 14, 15 or 16th ഡേ. വാട്ട് ഹാപ്പൻസ് ഇൻ ഓവുലേറ്ററി ഫേസ്? LH ആൻഡ് FSH അറ്റൈൻസ് പീക്ക് ലെവൽ. LH ആൻഡ് FSHൻ്റെ പ്രൊഡക്ഷന് നല്ലോണം ഇൻക്രീസ് ചെയ്യും. മോർ സെക്രീഷൻ ഓഫ് LH, ദാറ്റ് ഈസ് കോൾഡ് LH സർജ്. LHൻ്റെ സെക്രീഷൻ കൂടും. അതിന് പറയുന്ന പേരാണ് LH സർജ്. ദാറ്റ് ലീഡ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ to release ovum, that is called ovulation process. So that means LHൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അകത്താണ് ഓവം ഉള്ളത്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് എന്ത് റിലീസ് ചെയ്യും? ഓവം റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ്, ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. സോ ഓവുലേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസിങ് ഓഫ് ഓവം. So that is taking place approximately which day of the menstrual cycle? 14th or it can be on 15th or 16th day of the menstrual cycle. Generally പറയുകയാണെങ്കിൽ it is the 14th day. So ovum is released here. ഇവിടെ റിലീസ് ചെയ്യുന്ന ഓവം ഇമ്മച്വർ ഓവമാണ്. നെക്സ്റ്റ് ഫേസ് ഈസ് ലൂട്ടിയൽ ഓർ സെക്രീറ്ററി ഫേസ്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ റിലീസ്ഡ് ഓവം. ഗ്രാഫിയൻ ഫോളിക്കിൾ നെക്സ്റ്റ് ചേഞ്ചസ് ടു വാട്ട്? എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. Corpus luteum produces the hormone progesterone. This progesterone is necessary for maintenance of endometrium. So progesterone hormone endometrium layer അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ്. ഇനി we know that ovum is produced here and Graafian follicle corpus luteum ആയി മാറി. Corpus luteum is producing progesterone. That means everything is ready for a pregnancy, an expected pregnancy. Ovum is waiting for a sperm. If there is no fertilization നടന്നിട്ടില്ലെങ്കിൽ what happens there?
ദിസ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ്. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ആവശ്യമില്ല. സോ അതെന്താകും? ഡീജനറേറ്റ് ആകും. സോ വാട്ട് ഹാപ്പൻസ് നോർമലി? ദ സൈക്കിൾ റിപ്പീറ്റ്സ്. ഇനി ഈ സമയത്ത് ഒരു സ്പേം വന്ന് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് ഫെർട്ടിലൈസേഷൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്? Corpus luteum continues to produce progesterone because that is essential for pregnancy. So what is the next stage? Pregnancy is the next stage. So ovariൻ്റെ ഫിഗർ കൂടി നോക്കി ഒന്ന് മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. That is, you can see here, first phase ഏതാണ്? menstrual phase ആണ്. menstruation occurs because of breakdown of endometrium layer. Next follicular phase what happens there? follicles develop ചെയ്യും. FSH release ചെയ്യും, follicles develop ചെയ്യും. primary follicle, secondary follicle, tertiary follicle, and then it becomes Graafian follicle. So we already discussed in previous class, this tertiary follicle or Graafian follicle is having a cavity that is called what? Andrum. Next ovulation phase അല്ലെങ്കിൽ ovulatory ഫേസിലാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് ഓവം റിലീസ് ചെയ്യുക. സോ ഇതേത് ഫേസിലാണ് നടക്കുക? ഇൻ ovulatory phase, that is at 14th day, ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് ഓവം റിലീസ് ചെയ്തു. ദാറ്റ് പ്രോസസ് is called what? Ovulation. The ovum is immature ovum, that is it is in secondary oocyte stage. ഈ ഓവം നെക്സ്റ്റ് which part is collecting? Fimbria. Next it moved to fallopian tube, that is ampullary isthmic junction for fertilization. Next what happens to Graafian follicle? ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന ഇവൻസ് ആണ് കോർപ്പസ് ലൂട്ടിയം ഈസ് ഫോമഡ്. ഇനി കോർപ്പസ് ലൂട്ടിയം എന്തിനാണ് ഫോം ചെയ്യുന്നുള്ളത്? ഫോർ ദ എക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രൊജസ്റ്ററോൺ ഹോർമോൺ ഈസ് നെസസറി. അതിനു വേണ്ടിയാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നുള്ളത്. But if there is no pregnancy, if there is no fertilization, what happens to this corpus luteum? This corpus luteum degenerates. Menarche and menopause. Menarche means first menstruation. It starts at the age of approximately 12 to 15. Menopause means it is the ceasing or stopping of menstrual cycle. It stops at the age of around 45 to 50. So menstruation start ചെയ്യുന്ന പ്രോസസ്സിനെയാണ് menarche എന്ന് പറയുക. menstruation stop ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെനോപോസ് എന്ന് പറയുക. മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഹോർമോൺസ്. മെൻസ്ട്രൽ സൈക്കിളിൽ റോളുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്? ഒവേറിയൻ ഹോർമോൺസ് ആൻഡ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഓഫ് വിച്ച് ഓൾ ഒവേറിയൻ ഹോർമോൺസ്? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ആൻഡ് വിച്ച് ആർ ദ പിറ്റ്യൂട്ടറി ഹോർമോൺസ്? FSH ആൻഡ് LH. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഡേയ്സിൽ എങ്ങനെയാണ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളത്. So we can see here progesterone level is less, but it increases here, and estrogen increases during these days and then decreases and moves like that. You can see here LH increases during 14th day, that is called LH surge. FSH also increases during that time. In your textbook there is a diagrammatic representation which explains the process in whole. So ee graph നോക്കിയാൽ യൂട്ടറൈൻ ഈവൻസ് കാണാം, ഫേസസ് മനസ്സിലാക്കാൻ പറ്റും, ഒവേറിയൻ ഹോർമോൺ ലെവൽസ്, ഓവറിയിൽ നടക്കുന്ന ഈവൻസ്, ദാറ്റ് മീൻസ് വാട്ട് വി ഡിസ്കസ്ഡ് നൗ, പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് കാണാം. ദാറ്റ് ഈസ് മെൻസ്ട്രുവേഷൻ ഫേസ് ടേക്സ് പ്ലേസ് ഹിയർ. എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്ത് മെൻസ്ട്രുവേഷൻ നടക്കും. ബാക്കിയുള്ള ഈവൻസ് ലൈക്ക് ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, അതേപോലെ ലൂട്ടിയൽ ഫേസ് നടക്കുന്നുള്ളത് ഓവറിയിൽ വെച്ചാണ്. After ovulatory phase, ovum, immature ovum is released. So that is then reaching the ampullary isthmic junction and waiting for the sperm. So if there is no fertilization, what will happen? Menstruation again starts. But if there is fertilization, next stage begins.